അപ്പൊ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നൊരു സിനിമ കണ്ടു. ദിലീപിന്റെ ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമ കണ്ടു. രാവിലെ റിവ്യൂസും കാര്യങ്ങളും എല്ലാം കണ്ടു. തിയേറ്റർ റിവ്യൂസ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇറങ്ങി വരുന്നതുകൊണ്ട് റിവ്യൂസ് കണ്ടു. എല്ലാം കൊണ്ട് ഭയങ്കര കോരിത്തരിച്ചാണ് ഇരുന്നത്. എന്തായാലും സിനിമ കാണാൻ വന്നു. സിനിമയ്ക്ക് നല്ല ഓഡിയൻസ് ഉണ്ടായിരുന്നു. സിനിമ തുടക്കം മുതൽ കണ്ട് അവസാനം വരെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുന്നത്, സിനിമ ഒരു ആവറേജ് സെറ്റപ്പായിട്ട് നമുക്ക് മനസ്സിലായുള്ളൂ. എബോ ആവറേജ് എന്ന് പറയാൻ പറ്റത്തില്ല. ദിലീപിന്റെ ഒരു കമ്പാക്ക് ആയിട്ട് ഭയങ്കര മാസ് സെറ്റപ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. കുറേ താരങ്ങളുള്ള പല പടങ്ങളുടെ സ്പൂഫുള്ള ഒരു സിനിമയാണ്. ഇതിൻ്റെ ഭയങ്കര കളർഫുള്ളായിട്ടൊക്കെയാണ് സിനിമ ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ പൊളിയാണ്. പിന്നെ ബാക്കി ഡയറക്ഷൻ വൈസ് പറയാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്ക്രിപ്റ്റ് വൈസ് എല്ലാവരും ഭയങ്കര സൂപ്പറാന്ന് പറഞ്ഞെങ്കിലും നമ്മളെ അത്രയും അങ്ങോട്ട് സെറ്റപ്പ് ആക്കിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്തൊരു കിടിലൻ സംഭവം എന്ന് പറഞ്ഞാൽ എൽ ഫാക്ടറാണ്. ലാലേട്ടൻ്റെ എൻട്രിയോടുകൂടി പടം ഒന്ന് പമ്പാകും. അത് ഭയങ്കര സെറ്റപ്പാണ്, പറയാതിരിക്കാൻ മേല. ലാലേട്ടൻ വന്നു കഴിയുമ്പോഴത്തേക്കും പടത്തിൻ്റെ ഒരു സെറ്റപ്പൊക്കെ അങ്ങ് മാറുന്നുണ്ട്. നിനക്കെന്നാ പറയാനുള്ളത്? അവനൊന്നും പറയുന്നില്ല, ഞാൻ തന്നെ പറയാം. എന്തായാലും സിനിമ ഒരു വൺ ടൈം വാച്ചബിളായിട്ടാണ് തോന്നിയത്. വരും ദിവസങ്ങളിൽ ഓഡിയൻസിൻ്റെ ഒരു ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കാം. രാവിലെ എന്തായാലും ഫാൻ ഷോയ്ക്ക് നല്ലപോലെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മളെന്തായാലും ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ വന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇനിയും കാണും. കാരണം അദ്ദേഹത്തിന് ഒരു നല്ലൊരു പെർഫോമറാണ്. ഈ സിനിമയിൽ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ദിലീപ്. നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്, നമുക്ക് പറയാതിരിക്കാൻ മേല. തുടക്കം മുതൽ നല്ല മാസമായിട്ടാണ് അദ്ദേഹത്തെ കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ചില ഭാഗങ്ങൾ നമ്മൾ കണ്ടപ്പോൾ സ്ക്രിപ്റ്റ് വൈസ് കുറച്ച് വീക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. പക്ഷേ അതൊക്കെ ഈ പറയുന്ന പോലെ നമ്മുടെ എൽ ഫാക്ടർ ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ ആ പുള്ളീനെ, അതായത് നമ്മുടെ ലാലേട്ടനെ എടുത്ത് കാണിച്ചിരിക്കുന്ന സീൻസൊക്കെ അടിപൊളിയാണ്. എങ്ങനെ അദ്ദേഹത്തെ നല്ല സെറ്റപ്പ്, അതായത് ഒരു ആന വന്ന് നിൽക്കുന്ന ഒരു എഫക്റ്റാണ് ലാലേട്ടൻ വന്ന് നിൽക്കുമ്പോഴത്തേക്ക്. അത്രയ്ക്ക് എല്ലാ കണ്ണുകളും അങ്ങോട്ടേക്ക് പോകുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ അദ്ദേഹത്തിന് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും അടിപൊളിയായിരുന്നു. ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ആ സിനിമേനെ പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു ഹാഫ് മുഴുവൻ എന്താ പറയുക, ദിലീപിൻ്റെതായ രീതിയിൽ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. കുറേ ക്ലീഷേഴ്സൊക്കെ പൊളിച്ചെഴുതാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും സിനിമ ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ പേര് ഇനിയിപ്പം ഇത്രയും പറഞ്ഞതിൻ്റെ പേര് ആരെങ്കിലും നമ്മളെ തെറി പറയുകയോ പെറുക്കോ തരത്തില്ല. ഒന്നാമതെ ആരും കാണാനില്ലാത്തൊരു ഇതാണ്. റിവ്യൂ ഒക്കെ ചെയ്ത് അധികം കാണത്തില്ല. എങ്കിലും അഭിപ്രായം പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളൊരു സിനിമ കണ്ടു വരിക, ഒന്ന് എൻ്റർടൈൻ ചെയ്ത് പോരാനുള്ളൊരു സെറ്റപ്പിലൊക്കെയാണ്. പിന്നെ പറയുവാണെങ്കിൽ ആവറേജേ ഉള്ളൂ. ആവറേജ് എന്ന് പറയാൻ പറ്റുള്ളൂ സിനിമ. മോശം സിനിമ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. മോശം സിനിമ എന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും നല്ല രീതിയിൽ ഇച്ചിരി കളർഫുള്ളായിട്ടൊക്കെയുള്ള സിനിമയാണ്. അഴിഞ്ഞാട്ടം എന്ന് പറയുന്ന ആ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറേ പേര് കുറ്റമൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് സിനിമയുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ആ പാട്ട് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ മേലനങ്ങി ദിലീപും അതുപോലെ തന്നെ ലാലേട്ടനും ചെയ്തിട്ടുണ്ട്. കാരണം അതുപോലെ വർക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി വന്നിരിക്കുന്ന അശോകൻ്റെ ക്യാരക്ടർ, അതുപോലെ കൂട്ടത്തിലുള്ള കോ ആക്ടേഴ്സൊക്കെ നന്നായിട്ട് ചെയ്തിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. പിന്നെ കുറച്ച് കാമിയോസൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്, അവർ കൊള്ളായിരുന്നു. എന്തായാലും ടൈലൻഡ് എന്നാ പറയുന്നത്, ഡയറക്റ്റഡ് ബൈ എഴുതി കാണിച്ചതിന് ശേഷം വീണ്ടും കുറച്ച് സീൻസൊക്കെ ഉണ്ട്. അതെല്ലാം നന്നായിട്ടുണ്ട്. ഒരു അടിപൊളി ഒരു താരം വരുന്നുണ്ട്. പിന്നെ ഇതൊരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്താണ് സിനിമ നിർത്തുന്നത്. അപ്പം എന്തായാലും എല്ലാവരും പോയി കാണുക, സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുക. ഇത് എൻ്റെ അഭിപ്രായമാണ്, ഞാൻ മാത്രമല്ല എൻ്റെ കൂട്ടുകാരൻ്റെ അഭിപ്രായം കൂടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അവൻ സംസാരിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ രണ്ടുപേരുടെയും അഭിപ്രായമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളൊരു സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുക. താങ്ക്